വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. സർ, സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷം. കയ്യില് കായ്കളില്ലാതെ നമ്മളെ സർക്കാർ എന്തെന്നപ്പ ഈ ചുമ്മാ ഈ ബഡ്ജറ്റുകളൊക്കെ അവതരിപ്പിക്കുന്നത്? കൈ കാശില്ലെന്നാര് പറഞ്ഞു? പഴയ ദാരിദ്ര്യമൊക്കെ മാറി നമ്മുടെ സർക്കാർ ഇപ്പൊ സമ്പന്നമായില്ലേ സഖാവേ? ഇതെന്താന്നിപ്പ ഈ പറയുന്നു? നിങ്ങളെ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ടൈറ്റ് ഇവിടെ തീർന്നിട്ടില്ലാതെ മാത്രമല്ല, അവരുടെ ഫിനാൻസ് ഇഷ്യൂസ് കോംപ്ലിക്കേറ്റ് ആവുകയും കൂടി ചെയ്തില്ലേന്ന്. നമ്മൾ അത്രയ്ക്ക് പ്രശ്നമാണെങ്കിലേ സാറേ നമ്മുടെ ഫിനാൻഷ്യൽ ടൈറ്റ് മാറിയുന്ന ധനമന്ത്രി എന്തിനാ സാറേ ഇന്ന് പറഞ്ഞേ? ആ സാറി ബജറ്റ് പ്രസംഗം തുടങ്ങിയത് തന്നെ ഇതും പറഞ്ഞല്ലേ സാറേ? ആ പറഞ്ഞതിന്റെ ഉദ്ദേശം വേറെയാ മിത്രമേ. ഈ കേരളം കടക്കണിയിലാണെന്നുള്ള ആ പതിവ് പല്ലവി അങ്ങോട്ട് നിർത്തിക്കാനാ ആ വിദ്വാൻ ഈ പച്ചക്കള്ളം ബഡ്ജറ്റിന്റെ ആമുഖമായിട്ട് അങ്ങോട്ട് പറയണ്ടായേ. ഇല്ലാച്ചാ ഈ പ്രശ്നം ഞങ്ങളുടെ BJP ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്ന് ബാലഗോപാലൻ അവർക്ക് അങ്ങോട്ട് കത്തിയിട്ടുണ്ട്. അതിലിനി കത്താൻ എന്താന്നിപ്പ ഉള്ളേ? പിണറായി വിജയൻ കേരളത്തെ ഭരിച്ചു മുടിച്ചു എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കി വരുന്ന ഇലക്ഷൻ ഇറങ്ങാനാത് നിങ്ങളെ BJPന്റെ പരിപാടി. ഇനി ആർക്കതിപ്പോ അറിയാത്ത ആവത്തുങ്ങളെ ഈ പരിപാടി നമുക്കും അറിയാപ്പി. നമ്മളെ സർക്കാർ പാപ്പരാണെന്ന് പറഞ്ഞ മോദി അണ്ണന്റെ കയ്യിൽ നിന്ന് പൈസകൾ വാങ്ങിച്ചു തരാന്ന് ആ കുര്യൻ മന്ത്രി പറഞ്ഞത് പിന്നെ എന്തിനാണെന്നാണ് വിചാരിച്ചത്? BJP പറയും പോലെ ഈ സർക്കാർ പാപ്പറാണെങ്കിലേ സാറേ ഇന്നിങ്ങനെ ഒരു റിച്ച് ബജറ്റ് അവർ അവതരിപ്പിക്കൂ സാറേ? ഒരു പൂർ ബജറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലുള്ളൂ. അതെന്തിനാന്നേ അങ്ങനെ ചെയ്യണേ? ഈ പഴയകാല സിനിമയിലെ പോലെ 7ാമത്തെ റീലിൽ ജയമാലിനി വന്ന് കളിച്ചിട്ട് പോകും പോലെ വർഷത്തിലൊരിക്കൽ ധനമന്ത്രി ഇറങ്ങി കളിക്കുന്ന കണക്കിലെ കളിയല്ലേ മിത്രമേ ഈ ബഡ്ജറ്റ്? ഇതൊക്കെ ആരാ നീ കാര്യമാക്കണേ? ഇങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണിപ്പോ അതിന്റെ റിയൽ ഫാക്ട്. ഈ ബഡ്ജറ്റിലെ ടാക്സ് അല്ലാണ്ട് അതിലെ പ്രോമിസ് ഒന്നും വർക്കൗട്ട് ആവൂലെന്ന് പണ്ടേ തിരിഞ്ഞ കാര്യല്ലേന്ന്. അത്രേ ഉള്ളൂ. ഒരു ബാലഗോപാലൻ ഇറങ്ങി മറ്റ് ബാലഗോപാലന്മാരെ എണ്ണ തേപ്പിക്കുന്ന വെറൂടായിപ്പ്. അത് താണ്ട ആ ബഡ്ജറ്റ്. ഉരുട്ടിനും പെരട്ടിനും ഒടുക്കം ചിരട്ട.